വേൾഡ് ക്യാമ്പസ് കണക്ട് മെയ് 2 കണ്ണൂർ ഹോട്ടൽ സ്കൈ പേൾ, മെയ് 3 കോഴിക്കോട് ഹൈസൻ ഹെറിറ്റേജ്. രേഖാമൂലം എനിക്ക് കിട്ടിയിട്ടില്ല. ഇത്തരത്തിലുള്ള വാർത്ത ഞാൻ കേട്ടു. എന്തായാലും പൈപ്പ് പൊട്ടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ, ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ വാർഡിൽ കുലശേഖരം, അവിടെ ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിൽ പൈപ്പ് പൊട്ടുന്ന 4 തവണ ഞാൻ വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടു. സൂപ്രണ്ടിങ് എഞ്ചിനീയർ തന്നെ വിളിച്ചു. അതുപോലെ പലയിടത്തും പൈപ്പ് പൊട്ടിയിട്ട് ഇന്ന് ഒരു വീട്ടിൽ നിന്ന് പൈപ്പ് പൊട്ടിയിട്ട് ഒരാഴ്ച കൊണ്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് രാവിലെ ഒരു കോൾ വന്നു. കരാറുകാരെ വിളിച്ച് പറഞ്ഞാൽ അവർക്ക് ബില്ല് കൊടുക്കാത്തതുകൊണ്ട് ഇവരൊന്നും പരിഹരിക്കുന്നില്ല. ഇപ്പം ഞങ്ങൾക്ക് കോർപ്പറേഷൻ ഇറങ്ങി ഇപ്പോൾ റോഡ് കുഴിച്ചിട്ട് ഇത് പരിഹരിക്കാനുള്ള മെക്കാനിസം ഞങ്ങൾക്കില്ല, അതിൻ്റെ പെർമിഷനും ഇല്ലല്ലോ. ഇനി മഴ വന്നാൽ ഉണ്ടാകുമ്പോൾ പ്രശ്നം എന്താണ്? വേറൊന്ന്, നമ്മുടെ മാൻ ഹോളുകളൊക്കെ തന്നെ ഓവർഫ്ലോ ആവും. ഈ കരാറുകാർക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ ഈ സിവറേജുകാർ വന്നിട്ട് ഈ വർക്ക് ചെയ്യില്ല. അപ്പോഴും ജനം കൗൺസിലറെയാണ് വിളിക്കുന്നത്. ഞങ്ങൾക്ക് ചെയ്യാനുള്ള അധികാരവുമില്ല, മെക്കാനിസവും ഇല്ലല്ലോ. അതിന് ഫണ്ട് മുടക്കണമെങ്കിൽ കോർപ്പറേഷൻ മുടക്കാൻ തയ്യാറാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെയും ഇവരെയും നിയന്ത്രിക്കാനോ ഒന്നും ചെയ്യാനുള്ള സംവിധാനം. അല്ലെങ്കിൽ കോർപ്പറേഷനകത്തുള്ള ബില്ല് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഞങ്ങൾ കൊടുക്കാം. കോർപ്പറേഷൻ ആ സാമ്പത്തിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണ്, കോർപ്പറേഷൻ്റെ ഉള്ളിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. കുറ്റപ്പെടുത്തി വിതരണത്തിൻ്റെ യെസ് ഞാൻ അതാ സമ്മതിച്ചത്. മന്ത്രി പറഞ്ഞ 100% അങ്ങ് അദ്ദേഹം പറഞ്ഞൊരു ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് 210 ടാങ്കറുകൾ തലങ്ങും വിലങ്ങും ഓടുന്നത്. വിതരണം, ജലവിതരണം, യെസ്, ആ വിതരണം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും അത് എവിടെയെങ്കിലും എത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ കൗൺസിലർ വാട്ടർ അല്ല, അപ്പോൾ കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം എന്തെന്നാണ് പറഞ്ഞത്? അതെ, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ആ ഉത്തരവാദിത്തമാണ് മന്ത്രി ഇന്നലെയല്ലേ പറഞ്ഞത്. ഞങ്ങൾ ജനുവരി മാസം മുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നേ. കോർപ്പറേഷൻ്റെ ആ ഉത്തരവാദിത്തം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 3 ലക്ഷം വീടുകളുള്ള തിരുവനന്തപുരം പട്ടണത്തിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള ഇടറോഡുകളിൽ ടാങ്കർ കയറാത്ത ഇടറോഡുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ റെസിഡൻസ് അസോസിയേഷൻ, സാമുദായിക സംഘടനകൾ, കൗൺസിലർമാരുടെ സഹായത്തോടു കൂടി എത്തിച്ചു കൊടുക്കുന്നുണ്ട്, ബക്കറ്റിൽ പോലും. അല്ല, അവിടെ ഈ സൈക്കിളും സ്കൂട്ടറും മാത്രം പോകുന്ന റോഡാണെങ്കിൽ പരിമിതിയുണ്ട്. കൗൺസിലർമാർക്ക് ആ ഇടറോഡിലുള്ള എല്ലാ വീട്ടിലും ബക്കറ്റിൽ വെള്ളം കൊണ്ടു കൊടുക്കാൻ സാധിക്കില്ല. അത് ചെയ്യാം, അത് ആവശ്യം വരുന്ന സ്ഥലങ്ങളിൽ ചെയ്യാൻ കഴിയുന്നതുപോലെ ചെയ്യുന്നുണ്ട്. കൗൺസിലർമാർ പലയിടത്തും ഹോസിട്ട് അവരുടെ അപ്പോൾ എടുക്കുന്ന തീരുമാനം വെച്ച് തന്നെ ആ വാർഡ് കമ്മിറ്റിയും കൗൺസിലർമാരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്തുള്ള എല്ലാ കൗൺസിലർമാരും, തിരഞ്ഞെടുക്കപ്പെട്ട കോർപ്പറേഷനിലെ 100 കൗൺസിലർമാരും വളരെ ശുഷ്കാന്തിയോടുകൂടി അവരക്കാര്യം ചെയ്യുന്നുണ്ട്. അല്ല, ഞാനൊരു കാര്യം പറയാമല്ലോ. ഞാൻ ഒരു കാര്യം പറയാം. നമുക്കെല്ലാ കാര്യങ്ങളും അറിയാം, സംവാദമൊക്കെ നമുക്കാവാം, സംവാദവും കാര്യങ്ങളൊക്കെ ആവാം. ഈ പ്രശ്നമാണ് പരിഹരിക്കേണ്ടത്. 45 വർഷം ഭരിച്ച ഒരു സിസ്റ്റമാണ് 3 മാസമായ ഒരു ഭരണസമിതിയെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കുന്നത്. ഒരു ഗവൺമെൻറ് തന്നെ, ഒരു ഗവൺമെൻറ്റും ഒരു മുൻ മേയർ, ഒരു മന്ത്രിയൊക്കെ ഇറങ്ങി നിന്നിട്ട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ശൈലി അവസാനിപ്പിക്കണം. ഞാൻ വേറെ ചോദിക്കട്ടെ, വിളപ്പിൽശാല പൂട്ടിയതിന് ശേഷം ഓൾട്ടർനേറ്റീവ് പ്രശാന്തിൻ്റെ കാലത്ത് ഉൾപ്പെടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു മാലിന്യ പ്ലാന്റ് കാണിക്കാമോ? നിങ്ങൾ പറയൂ, എവിടെ മാലിന്യ പ്ലാന്റ്? കോടികൾ മുടക്കിയല്ലോ കിച്ചൺ ബിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്. എത്ര കിച്ചൺ ബിൻ തിരുവനന്തപുരം പട്ടണത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്? 30-35 വർഷം മുമ്പ് മാലിന്യ പ്ലാന്റ് പൂട്ടിയിട്ട് ഇന്ന് വരെ ഒരു ബദൽ സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലല്ലോ. എവിടെയാണ് കൊണ്ടുപോകുന്നതെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫുഡ് വേസ്റ്റ്? പിന്നെ അദ്ദേഹം പറഞ്ഞു ആറ്റുകാൽ ക്ലീനിങ് പാളിയെന്ന്. എവിടെയാണ് പാളിയത്? അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി പിറ്റേ ദിവസം രാവിലെ എന്തിനാണ് പറഞ്ഞത് കോർപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തു എന്ന്? അത് പറഞ്ഞതിന് ശേഷം വാർത്തകൾ വന്നപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ കോർപ്പറേഷനെ പിന്തുണച്ചു കഴിഞ്ഞാൽ ഭരണസമിതിക്ക് ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത കൂടുമെന്ന്. അതുകൊണ്ടാണല്ലോ പിറ്റേ ദിവസം ക്യാമറയും കൊണ്ടിറങ്ങിയത്. സംസ്കൃത കോളേജിൽ
മാലിന്യം മാറ്റാൻ വേണ്ടി ചെന്ന വാഹനങ്ങളെ അവിടുത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ അതിനകത്ത് നിന്നും പറഞ്ഞ് പുറത്തു വിട്ടു. ഇവിടെ വാഹനം കോർപ്പറേഷൻ ഇടാൻ പാടില്ല, ഇവിടുത്തെ മാലിന്യം മാറ്റണ്ട എന്നുള്ള നിലപാടെടുത്തു സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന. ഇങ്ങനെ രാഷ്ട്രീയമായ വിരോധം വെച്ചുകൊണ്ട് ഇങ്ങനെ പെരുമാറാമോ? ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ റിപ്പോർട്ട് ചെയ്ത കാര്യമാണിത് ഇപ്പം ഞാൻ പറയുന്നത്. സംസ്കൃത കോളേജിൽ കോർപ്പറേഷൻ്റെ വാഹനം ഇട്ടാൽ ടയർ കുത്തിക്കീറുമെന്ന് പറഞ്ഞു. ഒരു മന്ത്രിയും ഒരു മുൻ മേയറും ഇങ്ങനെയാണോ ആളുകളെ പഠിപ്പിക്കേണ്ടത്? എന്നിട്ട് പിറ്റേ ദിവസം ആക്ടിംഗ് സെക്രട്ടറി അവിടെ പോയിട്ട് ആ മാലിന്യം വാരിയിട്ടാണ് പറയുന്നത് കോർപ്പറേഷൻ ചെയ്തില്ല എന്ന്. ഒരു വാഹനത്തെ കത്തിക്കുമെന്നും ടയർ കുത്തിക്കീറുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വിട്ടിട്ട് അവിടെ മാലിന്യം ഇടിയിപ്പിച്ച് അതിനെ പോയി മാറ്റുന്നു. ഈ സംസ്കാരം അവസാനിപ്പിക്കണം. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിക്കോ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ട് ഭരണം ഏത് തരത്തിൽ നടത്തണമെന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. കൃത്യമായിട്ടുള്ള അഡ്വൈസ് തരാൻ ആളുണ്ട്. ഈ പ്രശ്നങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ മുഴുവൻ പ്രശ്നവും പരിഹരിക്കും. അതിന് കൃത്യമായിട്ടുള്ള പ്ലാനുണ്ട്. പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം കുടിവെള്ള പ്രശ്നം എങ്ങനെ നമുക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കാം. ഞങ്ങൾ പരിഹരിച്ചിട്ട് പോകുന്ന പ്രശ്നം ശാശ്വതമായിട്ടായിരിക്കും. ഇതുപോലെ തൊട്ട് വെച്ചിട്ടൊന്നും പോവില്ല. തിരുവനന്തപുരത്ത് 6 മാസം ഒരു വർഷത്തിൽ കുടിവെള്ള പ്രശ്നമുണ്ട്. ഡിസംബർ അവസാനം ആരംഭിച്ച് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസം വെള്ളക്കെട്ടാണ്. 6, 3, 9 മാസം നമ്മുടെ ഭരണസമിതിയുടെ എനർജിയുടെ നല്ലൊരു ശതമാനവും ചിലവാകുന്നത് ഈ വെള്ളപ്പൊക്കവും കുടിവെള്ളമില്ലായ്മയുടെയും പുറകിലാണ്. ഇത് ശാശ്വതമായി നമുക്ക് എങ്ങനെ പരിഹരിക്കും? ജനങ്ങളുടെ മുഴുവനും ഊർജ്ജവും ചെലവഴിക്കുന്നത് ഈ ടെൻഷനിലാണ്. ഇത് പരിഹരിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പ്രാദേശിക ഭരണകൂടവും ഒരുമിച്ച് നിൽക്കണം. പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ്റുമായി സംസാരിച്ച് വിദഗ്ധരുടെ ഉപദേശം തേടി ഇക്കാര്യങ്ങൾ രണ്ടും പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് ഉള്ള ചർച്ചകൾക്കും പ്രവർത്തനങ്ങൾക്കും കോർപ്പറേഷൻ ഭരണസമിതി മുൻകൈ എടുക്കും. ഈ പ്രശ്നം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യും. അതാണല്ലോ പറഞ്ഞത്. ഞങ്ങൾക്ക് മാർച്ച് 15 ശേഷം മെയ് 6 വരെയുള്ള ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. മാർച്ച് 15-നും മെയ് 6-നും ഇടയ്ക്ക് ഇത്തരത്തിലുള്ള കരാറുകൾ ഏർപ്പെടാനോ കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുത്ത് പുറത്തു വിടുവാനോ പരിമിതിയുണ്ട്. പ്രശാന്ത് പറയുന്ന 45 വർഷത്തെ ഭരണസമിതിയുടെ ചരിത്രമാണല്ലോ. നമുക്ക് ആർക്കും അറിയാമല്ലോ. അമൃത് പദ്ധതി ഞാൻ പറഞ്ഞത് ആ പ്ലാന്റ് അവിടെ രണ്ടാമത്തെ പ്ലാന്റ് വന്ന് അദ്ദേഹത്തിൻ്റെ 4 വർഷത്തെ ഭരണസമിതിയുടെ സമയത്തല്ലേ. ഇനി ആ പ്ലാന്റ് അവിടെ വന്നെങ്കിൽ ഇന്നെന്ത് വീണ്ടും പ്രശ്നം നിലനിൽക്കുന്നു? അത് വിജയകരമായിരുന്നെങ്കിൽ ഇന്നും ആ പ്രശ്നം ഉണ്ടാവാൻ പാടില്ലല്ലോ. അതിനെന്താ അദ്ദേഹം ഉത്തരം പറയാത്തത്? ഞാനത് പറയട്ടെ സുഹൃത്തെ. അദ്ദേഹത്തിൻ്റെ പ്ലാന്റിൻ്റെ അങ്ങനെയാണെങ്കിൽ വേനൽക്കാലം വരുന്നതിനും അറ്റകുറ്റ പണികൾ നടത്തണമെന്നുള്ള ബോധമില്ലാത്തവരാണ് എഞ്ചിനീയർമാർ. പ്രശാന്തിൻ്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞത് പദ്ധതി വിജയമായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സമയത്ത് കോടികൾ ചെലവഴിച്ച് നടപ്പിലാക്കിയ കിച്ചൺ ബിൻ വിജയമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഫുഡ് വേസ്റ്റ് കൊണ്ടുവന്ന് ഓടയിൽ തള്ളുമോ? അപ്പോൾ ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാണ്ട്. പിന്നെ അങ്ങനെയുള്ള ചർച്ചകളിലേക്ക് പോയി നമ്മുടെ വാല്യുബിളായിട്ട് സമയം അതിനുവേണ്ടി മാറ്റി വയ്ക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിലേക്കൊന്നും പോകാത്തത്. ഉണ്ട്. അതായത് കിട്ടിയ വിവരം ഓപ്പറേഷൻ അനന്തയ്ക്ക് ശേഷം ഇതുവരെ മണ്ണ് മാറ്റിയിട്ടില്ല. അവിടേക്ക് ഒഴുകി വരുന്ന കുറച്ച് മുകളിലിടുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള കുറച്ച് ചപ്പുചവറുകൾ ജനങ്ങൾ വലിച്ചെറിയുന്നത് തന്നെയാണ്. അത് മാറ്റേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷനാണ്. പക്ഷേ ഈ മണ്ണൊലിച്ച് വന്നടിയുന്നത് സ്വാഭാവികമായിട്ടും മൈനർ ഇറിഗേഷനും മേജർ ഇറിഗേഷനും ഒക്കെ തന്നെ ഓരോ വർഷവും ഇടവിട്ട് മാറ്റേണ്ടതാണ്. മാറ്റിയിട്ടില്ല. ഞങ്ങൾ മാറ്റിയ 100 ലോഡ് മണ്ണിൽ ഒരു 5-8 ലോഡ് മറ്റുള്ള മാലിന്യം ഉണ്ടാവും. ബാക്കി മുഴുവനും മണ്ണ് തന്നെയാണ്. വർഷങ്ങളായി മാറ്റിയിട്ടില്ല. അതാണ് കോർപ്പറേഷൻ ഞങ്ങളുടെ ചെലവിൽ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ അന്വേഷിക്കണം മാധ്യമപ്രവർത്തകർ. ഇതൊക്കെ എവിടെയാണ് മാറ്റിയത്, ആരാണ് മാറ്റിയത്, ഇത് ഒക്കെ അന്വേഷിക്കണം. ഞാനിപ്പോൾ ഒരു മേയറായിരുന്നു കൊണ്ട് അക്കാര്യങ്ങളിലേക്ക് നിങ്ങൾ തന്നെ അന്വേഷിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന് ഇപ്പോൾ പറഞ്ഞ കൂടെ പറയാം. നമ്മുടെ ഒരു സ്ലോട്ടർ ഹൗസ് കുന്നുവഴിയിലുണ്ട്. അത് ഉദ്ഘാടനം നടന്നിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയുടെ പേരൊക്കെ എഴുതി വെച്ചിട്ട് കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ. നിങ്ങൾ കണ്ടു കാണും. ഉദ്ഘാടന വാർത്തയൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതറിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ടീം കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു. അവിടെ ഇലക്ട്രിക് കണക്ഷൻ പോലും കിട്ടിയിട്ടില്ല. ആലോചിച്ച് നോക്കുക. മൃഗങ്ങളെ ഇറച്ചിയാക്കാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ മന്ത്രി ഉദ്ഘാടനം ചെയ്ത സ്ഥാപനത്തിൽ ഇലക്ട്രിക് കണക്ഷൻ കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ അത് പ്രവർത്തിക്കുന്നത്? അവിടുത്തെ ETP പ്ലാന്റ് വന്നിട്ടില്ല. അപ്പോൾ കെട്ടിടം കെട്ടിയിട്ട് കുറച്ച് മെഷീനറി കൊണ്ടുവച്ചു എന്നുള്ളതിലപ്പുറം ഒരു പ്രവർത്തനം നടന്നിട്ടില്ല. അതിനുശേഷം ഈ ഭരണസമിതി മുൻകൈയെടുത്ത് അടിയന്തര സാഹചര്യത്തിൽ KSEBയുടെ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുമായി നിരന്തരം ചർച്ച, ഒരു ദിവസം 3-4 തവണ മേയറുടെ ഓഫീസിൽ നിന്നും ഫോളോ അപ്പ് ചെയ്ത് ഇന്നലെ ഉച്ചയ്ക്കാണ് KSEBയുമായി ഇലക്ട്രിക് കണക്ഷൻ കിട്ടാനുള്ള കരാർ ഒപ്പിട്ടത്. ഡെപ്പോസിറ്റ് വെച്ച് ഇന്നലെ ഉച്ചയ്ക്കാണ് കോർപ്പറേഷൻ സെക്രട്ടറിയും KSEBയുമായുള്ള കരാർ ഒപ്പുവെച്ചത്. ഇനി നടപ്പിലാക്കുന്ന കമ്പനി കെല്ലുമായിട്ട് ഉള്ള ചില പണികൾ പൂർത്തിയാക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ ആ പ്ലാന്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് സ്മാർട്ട് സിറ്റിയുടെയും ഞാൻ പറഞ്ഞ ഇവിടെ മുഴുവനും മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങൾ എല്ലാം സ്ഥാപിച്ച് കോൺട്രാക്റ്റും കൊടുത്തെല്ലാം ചെയ്തിട്ടുണ്ട്. പലതിൻ്റെയും പണി 60% പോലും ആയിട്ടില്ല. ആയ സ്ഥലങ്ങളിൽ തന്നെ ഈസി ആയിട്ട് വാഹനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലമല്ല. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. 1000 കോടി സ്മാർട്ട് സിറ്റിയുടെ പേരിലൂടെ ചിലവാക്കിയതിൻ്റെ പിന്നിലും ഇങ്ങനെ കുറേ സാഹചര്യങ്ങളുണ്ട്. വാടകയ്ക്കെടുത്തത് ഓരോ ആവശ്യം വരുന്നതാണ്. ചില ദിവസം ഡിമാൻഡ് കൂടുമ്പോൾ കൂടുതൽ എടുക്കേണ്ടി വരും. ചില ദിവസങ്ങളിൽ അത്രത്തോളം വേണ്ടി വരില്ല. ഇപ്പോൾ ആൾക്കാർ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ വെള്ളി, ശനി, ഞായറൊക്കെ വാഹനങ്ങളുടെ എണ്ണം കൂടുതൽ വേണ്ടി വരും. എക്സാക്റ്റ് ഓരോ ദിവസമുള്ള എണ്ണം വേരി ചെയ്തിരിക്കും. പറയാം, ഡിമാൻഡ് വരുന്നതനുസരിച്ചാണ് വാഹനം എടുക്കുന്നത്. ഹെൽത്തിൽ നിന്ന് അതിൻ്റെ ഇന്നലെ വരെയുള്ള റിപ്പോർട്ട് അവിടെ ചോദിച്ചാൽ കിട്ടും. ഉണ്ട്, വാഹനം ഓടുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ആ ദിവസങ്ങൾ വേണ്ടി വരില്ല. കൗൺസിലർമാർ വിളിക്കുന്ന അനുസരിച്ചിട്ടാണ്. കോർപ്പറേഷന് ചെറുതും വലുതുമായിട്ട് കോർപ്പറേഷന് 9-10 ടാങ്കർ വലിയ ടാങ്കറുണ്ട്. ഞാൻ എക്സാക്റ്റ് എണ്ണം തരാം. ഓരോ ഇത്ര ലിറ്റർ എന്നുള്ളത് ഓരോന്നിൻ്റെ കണക്ക് തരാം.